നമസ്കാരം. ഏകദേശം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യം ഞാൻ ഈ പറയണം കേട്ടോ. 2005 2006 ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ ആ സമയത്താണ് ആദ്യമായിട്ട് ലൈഫ് ഇൻഷുറൻസ് ഏജൻസി ബിസിനസ്, അന്നതിനെ ICICI പ്രൊഡൻഷ്യൽ ടൈഡ് ബിസിനസ് എന്നാണ് പറയുന്നത്. അതായത് ഏജന്റിനെ റിക്രൂട്ട് ചെയ്തിട്ട് അവർ വഴി ചെയ്യുന്ന പോളിസി ചെയ്യുന്ന മോഡൽ. LIC ഒക്കെ എസ്റ്റാബ്ലിഷ് ആയ സമയത്ത് പ്രൈവറ്റൈസേഷൻ വന്നതിൻ്റെ ഒരു പീക്ക് ടൈമാണ് ഈ 2005 to 2008 ആദ്യ പകുതി എന്നൊക്കെ പറയുന്നത്. അപ്പം അന്നത്തേക്ക് ഒരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തെ ടാർഗറ്റ് 26-ാം തീയതി, 27-ാം തീയതി, 28-ാം തീയതി ആകുമ്പോഴത്തേക്ക് ആ മാസത്തിൻ്റെ ടാർഗറ്റ് ചെയ്ത് ടീമുകളെല്ലാവരും കൂടെ ഒന്നിച്ച് എവിടെയെങ്കിലും പോവും. അപ്പം അന്ന് കൊച്ചി ബേസ് ആയതുകൊണ്ട് തന്നെ മൂന്നാറിലേക്കോ ആലപ്പുഴയിലേക്കോ കുമരകത്തേക്കോ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലെ ബോട്ട് പാർട്ടികളോ അങ്ങനെ എല്ലാ മന്തിലും വളരെ നല്ല രീതിയിലുള്ള സെലിബ്രേഷൻസാണ്. അങ്ങനെ ഒരു മാസം അവിസ്മരണീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് കേരള റീജിയൻ ചെയ്തു. കേരള റീജിയൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ കേരള ഹെഡായിരുന്ന സച്ചിൻ ജോഗ്ലേക്കർ, ഒരു അമേസിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, ലെഫ്റ്റ് ഹാൻഡർ ഫ്രം പഞ്ചാബ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അറിഞ്ഞൂടാ ഡൽഹിയാണോ പഞ്ചാബാണോ എന്നുള്ളത്. എൻ്റെ അറിവ് പഞ്ചാബ് എന്നാണ്. എന്താണെങ്കിലും അന്ന് നമ്മൾ വളരെ കൗതുകത്തോടു കൂടിയും വളരെയധികം ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരു കേരള ഹെഡ്. ഈ പുള്ളി ഒരു ബോട്ട് പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. അപ്പം കേരളത്തിലുള്ള സെയിൽസ് മാനേജേഴ്സ് ആൻഡ് എബോ, സെയിൽസ് മാനേജർ എന്ന് പറയുമ്പോൾ ഒരു 8-9 ഫ്രണ്ട് ലൈൻ മാനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു യൂണിറ്റിൻ്റെ ഹെഡ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ആൾക്കാരെയും വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. അറിയാലോ, പാർട്ടി എല്ലാ ചേരുവകളുള്ള പാർട്ടിയാവും. അങ്ങനെ പാർട്ടി തുടങ്ങി. ഏകദേശം ഒരു 7 മണിക്ക് ബോട്ട് മറൈൻ ഡ്രൈവിൽ നിന്ന് പോകുന്നു. മ്യൂസിക്കൽ ബോട്ടാണ്, ആൽക്കഹോളിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ കുറേ അങ്ങ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ കേരള ഹെഡിന് ഒരു എൻലൈറ്റൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ബോധോദയം ഉണ്ടായി. അതായത് ഇത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം there is a policy in most of the companies that all the senior leaders should not travel in the same flight, should not travel in the same ship. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ മൊത്തം ലീഡർഷിപ്പ് ഇല്ലാതെയായി പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പുള്ളി ഞാൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഇപ്പോൾ ഈ ബോട്ട് എന്ന് പറയാൻ പറ്റിയ ഒരു മിനി ഷിപ്പ്, ഇതിനെന്തെങ്കിലും പറ്റിയിട്ട് ഇതിങ്ങനെ ഈ അറബിക്കടലിലേക്ക് താന്നു പോയി കഴിഞ്ഞാൽ കേരള ICICI പ്രൊഡൻഷ്യലിൻ്റെ ഭാവി എന്താവും എന്നുള്ളത് പുള്ളി ചോദിച്ചു. അന്നേരം അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള ആൽക്കഹോളിൻ്റെ എഫക്റ്റുകളുണ്ട്. പെട്ടെന്ന് അതിനകത്ത് നിന്ന് ക്വിക്ക് റെസ്പോൺസ് ഉള്ള പോലെ ഒരാൾ പറഞ്ഞ ആളെ പേര് എനിക്കറിയാം, ഞാൻ അപ്പോൾ പറയുന്നില്ല. പറഞ്ഞു, അല്ല സാർ അത് കുഴപ്പമില്ലല്ലോ, കാരണം പണിയെടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഫീൽഡിൽ തന്നെയല്ലേ. അത് പറഞ്ഞത് ഹാസ്യരൂപേണ അന്നേരം ചിരിച്ചു തള്ളിയെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിങ്ങിൽ ഈ സച്ചിൻ ജോഗ്ലേക്കർ അതിൻ്റെ ആ സബ്ജക്റ്റ് വീണ്ടും ഡിസ്കസ് ചെയ്ത് അവൻ പറഞ്ഞത് തമാശയ്ക്കാണെങ്കിലും അതിനകത്തൊരു കാര്യമുണ്ട് എന്നുള്ളത് ഒന്ന് പറയാതെ പറഞ്ഞു പോയി. നമ്മൾ പലർക്കും പല ലീഡേഴ്സിനും ഇന്ന് അറിയാത്തൊരു സത്യം അതാണ്. അതായത് നമ്മൾ സ്വയം വിചാരിക്കുന്നു ഇതെല്ലാം നമ്മളാണ്, ഇതെല്ലാം ചെയ്യുന്നത് ഞാനില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളത്. ഈ റിയലൈസേഷൻ വരുന്നതോടുകൂടി ആ ഓർഗനൈസേഷനിൽ സ്ട്രെസ്സും പ്രഷറും ഭയങ്കരമായിട്ട് കൂടും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജോലി ആസ് എ ലീഡർ എന്ന് പറയുന്നത് ഒരു ഡ്രൈവറുടെ ജോലി മാത്രമാണ്. ആ വണ്ടി എപ്പോൾ നിർത്തണം, എത്ര സ്പീഡ് കൂട്ടണം, എപ്പോൾ വളയ്ക്കണം, എപ്പോൾ തിരിക്കണം, ഇതാണ് ഡ്രൈവറുടെ സ്കില്ല്. അതേ സമയത്ത് ആ വണ്ടി ഓടുന്നത് ആ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്ന ആളുടെ കഴിവുകൊണ്ട് മാത്രമല്ല. അതിൻ്റെ ടയറിലുള്ള കാറ്റ്, അതിൻ്റെ എൻജിൻ്റെ കപ്പാസിറ്റി, അതിലൊഴിച്ചിരിക്കുന്ന ഓയിൽ, അതിലെ ഇന്ധനം, അങ്ങനെ അതിനകത്തുള്ള ഓരോ നെട്ടും ബോൾട്ടും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വണ്ടി മുന്നോട്ട് പോകുന്നത് എന്ന് ആ ഡ്രൈവർ ചിന്തിച്ചാൽ ആ ബസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അല്ല എന്നുണ്ടെങ്കിൽ ഓരോ കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴും ഓരോ നെട്ടും ബോൾട്ടും ആ വണ്ടിയിൽ നിന്ന് ചാടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിൽ ഞാനാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. അതായത് അവർ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരുടെയും മുമ്പിൽ
മോശമായിട്ട് കാണിക്കുകയും അവരെ ഓർഗനൈസേഷനിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്ന അതായത് ആ കമ്പനിയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ഞാൻ കാരണമാണെന്നും നടക്കാത്ത കാരണങ്ങളെല്ലാം മറ്റൊരാളുടെ കുഴപ്പം കൊണ്ടാണെന്നും തെളിയിക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് 2, 3, 4 മക്കളുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾക്ക് ഒരു സബ്ജക്റ്റ് വളരെ ഈസിയാണ്, മാത്സ്, മറ്റേയാൾക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് സയൻസ് വളരെ ഈസിയാണ്, മറ്റേയാൾക്ക് സോഷ്യലാണ് ഈസി. ഇങ്ങനെ നമുക്ക് 4 മക്കളാണുള്ളതെങ്കിൽ മാത്സ് അറിയാത്തവനെ നമ്മൾ പറഞ്ഞു വിടുമോ, അല്ലെങ്കിൽ സോഷ്യൽ അറിയാത്തവനെ നമ്മൾ ചീത്ത വിളിക്കുമോ, അതോ അവന് നമ്മൾ കൂടെ നിന്നുകൊണ്ട് ട്യൂഷൻ വെച്ചുകൊണ്ട് അവൻ്റെ അക്കാഡമിക്സിൽ ബ്രില്യൻസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമോ? നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്താണ്? നമ്മൾ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും, അവർക്ക് സമയം കൊടുക്കും. അവർക്ക് ഒരു ഉണ്ടെങ്കിൽ, അവർക്ക് അതിനുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് നർച്ചറി നമ്മളവിടെ ഡെവലപ്പ് ചെയ്യും. ഈ രീതിയിലുള്ള ലീഡേഴ്സിന് മാത്രമേ ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം 98, 99 ശേഷം ജനിച്ച കുട്ടികളാണ്, അല്ലെങ്കിൽ 2000-ലെ കുട്ടികളാണ് ഇന്നത്തെ പുതിയ തലമുറ ജോബ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അവരുടെ സ്റ്റൈലും അവരെ മാനേജ് ചെയ്യുന്ന 40 വയസ്സിൻ്റെയും 50 വയസ്സിൻ്റെയും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ സൗത്ത് പോളും നോർത്ത് പോളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേയും കൂടിയും അർത്ഥവത്തായിട്ടുള്ള രീതിയിലുള്ള നർച്ചറിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റിലൂടെയുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി ഒരുപാട് ദൂരം നല്ല രീതിയിൽ നെട്ടും ബോൾട്ടും നഷ്ടപ്പെടാതെ, അതിൻ്റെ കാറ്റ് പോവാതെ, അതിൻ്റെ എൻജിൻ ഫെയിലിയർ ആവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു യാത്രയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ് ചെയ്യുന്നു. ഹാവ് എ വണ്ടർഫുൾ ഡേ.